കുഞ്ഞുങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഉള്ളപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ലാക്സേറ്റീവ്സ് ആണ്. ലാക്സേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റൂള് ഹാർഡാവുന്നതിന് കുറച്ചൊന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളാണ്. അപ്പം ലാക്സേറ്റീവ്സ് കൊടുത്ത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് സ്റ്റൂൾസിൻ്റെ കട്ടി കുറയുന്നു, സ്റ്റൂൾ ഡെയിലി പാസ് ചെയ്യാൻ തുടങ്ങുന്നു, കുഞ്ഞിന് താൽക്കാലികമായിട്ട് ഈ കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നമൊന്ന് കുറഞ്ഞു കിട്ടുന്നു. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ വീണ്ടും ഹാർഡ് സ്റ്റൂൾസ് ബോഡിക്കകത്ത് ഫോം ചെയ്യുന്നു. അത് പാസ് ചെയ്യുമ്പോൾ കുഞ്ഞിന് പെയിനും ബുദ്ധിമുട്ടും വരുമ്പോഴത്തേക്ക് എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ വീണ്ടും ഈ കോൺസ്റ്റിപ്പേഷൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടാകും. ഇതാണ് ശരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ റിക്കറൻ്റായിട്ട് ഈ കോൺസ്റ്റിപ്പേഷൻ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കുട്ടിയുടെ ഡയറ്റിലാണ്. എന്ന് പറയുമ്പോൾ അവർ വളരെ ചൂസി ആയിരിക്കും, പിക്കി ഈറ്റേഴ്സ് ആയിരിക്കും. ഒരു കാര്യമായിട്ട് നമ്മൾ പറയുന്ന രീതിയിലുള്ള ഫുഡൊന്നും ഫോളോ ചെയ്യില്ല. പല ഫുഡും അവർക്ക് കഴിക്കാൻ മടിയായിരിക്കും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവർക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത് ഫ്രൂട്ട്സും വെജിറ്റബിൾസുമാണ്. അപ്പം വിഴുവിഴുപ്പുള്ള ഫ്രൂട്ട്സ് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ധാരാളമായിട്ട് നാരിൻ്റെ അംശം കൂടുതലായിട്ടുള്ള ഫ്രൂട്ട്സ് കൊടുക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ പലപ്പോഴും ഫ്രൂട്ട് ജ്യൂസൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ നാര് മുഴുവൻ എടുത്ത് കളഞ്ഞിട്ട് കൊടുക്കുമ്പോൾ കുഞ്ഞിന് ആവശ്യത്തിനുള്ള ഫൈബർ ബോഡിയിൽ എത്താതിരിക്കും. അപ്പോഴത്തേക്ക് സ്റ്റൂൾസ് ഹാർഡാവാൻ ചാൻസ് ഉണ്ട്. അപ്പം വിഴുവിഴുപ്പുള്ള പഴങ്ങൾ, ഇപ്പോൾ ബനാന നല്ലതാണ്, ആപ്പിൾ, ഓറഞ്ചസ് ഇതെല്ലാം കൊടുക്കാം കുഞ്ഞുങ്ങൾക്ക്. നമ്മുടെ നാട്ടിലുള്ള നാടൻ പഴങ്ങളെല്ലാം കൊടുക്കാം കുഞ്ഞുങ്ങൾക്ക്. അതിൻ്റെ കൂടെ വെജിറ്റബിൾസ്, ഇപ്പോൾ നമ്മൾ ചോറൊക്കെ കൊടുക്കുമ്പോൾ അതിനകത്ത് നന്നായിട്ട് ഉടച്ച് ചേർത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ കഴിച്ചോളും. വെണ്ടയ്ക്ക, വഴുതനങ്ങ പോലുള്ള വിഴുവിഴുപ്പുള്ള പച്ചക്കറികൾ, അതുപോലെ ലീഫി വെജിറ്റബിൾസ്, ഇലക്കറികൾ ധാരാളമായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കുഞ്ഞുങ്ങൾ കൂടുതലായിട്ട് ബിസ്ക്കറ്റും പിന്നെ റെഡി ടു മേക്ക് ഫുഡ്, സ്നാക്സ് ഒക്കെ കൂടുതലായിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ വേഗം എന്തെങ്കിലും കുഞ്ഞുങ്ങൾ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ വാങ്ങിക്കൊടുക്കും. പൊതുവേ ഈ ബിസ്ക്കറ്റ്സ്, ബേക്കറി സാധനങ്ങൾ, മൈദയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഇതൊക്കെ കുറച്ച് കോൺസ്റ്റിപ്പേഷൻ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഈ സാധനങ്ങൾ പരമാവധി ഒഴിവാക്കാൻ നോക്കുക. പകരം ആ സമയത്ത് കുറച്ച് കട്ട് ഫ്രൂട്ട്സോ അങ്ങനെയുള്ള രീതിയിലുള്ള സ്നാക്സ് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഹെൽത്തിനും അത് നല്ലതാണ്, കോൺസ്റ്റിപ്പേഷനും കുറച്ചൊക്കെ ഒഴിവായി കിട്ടും. നിങ്ങളുടെ ടോയ്ലറ്റ് ട്രെയിനിങ് എപ്പോഴാണ് ടോയ്ലറ്റ് ട്രെയിനിങ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സമയം? ഏകദേശം ഒരു 24 മാസം അല്ലെങ്കിൽ 2 വയസ്സിന് ഒക്കെ അടുത്താണ് ടോയ്ലറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഐഡിയൽ ടൈം. എങ്ങനെയാണത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഒരു റൂൾ ഓഫ് 1 എന്നാണ് അതിന് പറയുന്നത്. അതായത് ഒരാൾ തന്നെയാണ് എപ്പോഴും ടോയ്ലറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു ഇമ്മീഡിയറ്റ് കെയർ ഗീവർ, അപ്പം അത് അച്ഛനാകാം, അല്ലെങ്കിൽ അമ്മയാകാം, അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് ആവാം, അല്ലെങ്കിൽ ഒരു മെയ്ഡ് അല്ലെങ്കിൽ ഒരു ഹെൽപ്പർ ആകാം. ഇതിൽ ആരായാലും എല്ലാ ദിവസവും ആ ആൾ തന്നെ കുട്ടിയെ ട്രെയിൻ ചെയ്തെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മുടെ വീട്ടിലിപ്പം ഇടയ്ക്ക് ഗ്രാൻഡ് പാരൻസ് വരുമായിരിക്കും, കുറച്ച് നാൾ അവരായിരിക്കും കുട്ടിയെ നോക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ മെയ്ഡ് വരും, മെയ്ഡാണെങ്കിൽ മാറി മാറി വരും. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ മാറി മാറി ചെയ്യുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് അവരുടെ രീതിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരാം. അത് ടോയ്ലറ്റ് ട്രെയിനിങ്ങിനെ അഫക്റ്റ് ചെയ്യാനും സാധ്യതയാണ്. അടുത്തത് എല്ലാ ദിവസവും ഒരേ റൊട്ടീൻ തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ ഒരു ഐഡിയൽ ടൈം എപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് രാവിലെ എണീറ്റ് ആദ്യത്തെ ഒരു മേജർ മീൽ, നമ്മളിപ്പോൾ കുറുക്കൊക്കെയാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വിചാരിക്കാം, അത് കഴിച്ച് കഴിഞ്ഞ് ഒരു വിത്തിൻ ഒരു 30 മിനിറ്റ്സിനുള്ളിൽ ഇത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം നമ്മൾ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഒരു ശീലമുണ്ട്, രാവിലെ എന്തെങ്കിലും കഴിക്കുക അല്ലെങ്കിൽ ഒരു ചായ കുടിക്കുക, അത് കഴിയുമ്പോഴത്തേക്ക് ടോയ്ലറ്റിൽ പോകുന്ന ഒരു ശീലം. ഇതെങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഗ്യാസ്ട്രോകോളിക് റിഫ്ലക്സ് വരും. അതായത് മോഷൻ പാസ് ചെയ്യണമെന്നുള്ളൊരു തോന്നൽ വരും. ആ സമയത്ത് നമ്മൾ പോയിരുന്നു കഴിഞ്ഞാൽ വേഗം പോകും. അപ്പം എല്ലാ ദിവസവും ഒരേ റുട്ടീൻ തന്നെ ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കണം. രാവിലെ എണീറ്റു, കുഞ്ഞിന് എന്തെങ്കിലും ഒരു ഫുഡ് കൊടുത്തു, വിത്തിൻ ഒരു 30 മിനിറ്റ്സിൽ കുഞ്ഞിന് ഒരു ഗ്യാസ്ട്രോകോളിക് റിഫ്ലക്സ് ഫോം ചെയ്യും. ആ ഒരു സമയത്ത് കുഞ്ഞിനെ നമ്മൾ ടോയ്ലറ്റിൽ കൊണ്ടിരുത്തുക. ഒരു 15 to 20 മിനിറ്റ്സ് ഇരുത്തുക. അപ്പോൾ ഇരുന്ന ഉടനെ തന്നെ മോഷൻ പാസ് ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഒന്ന് ഇരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ കൂടെ ഇരിക്കുക, കുഞ്ഞിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇത് ചെയ്ത് ശീലമാക്കിയെടുക്കുക. ഒരേ ആൾ തന്നെ എല്ലാ ദിവസവും ചെയ്യുക, എല്ലാ ദിവസവും ഒരേ റൊട്ടീൻ ഫോളോ ചെയ്യുക. എല്ലാ ദിവസവും ഒരേ സ്ഥലത്ത് വെച്ച് തന്നെ ടോയ്ലറ്റ് ട്രെയിനിങ് ചെയ്യിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു ടോയ്ലറ്റ് ആണെങ്കിൽ ആ ടോയ്ലറ്റ് തന്നെ എല്ലാ ദിവസവും ഉപയോഗിക്കുക. പോട്ടി ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ പ്ലേസ് ചെയ്യുക, കുഞ്ഞിനെ എല്ലാ ദിവസവും അവിടെ കൊണ്ടിരുത്തുക. പിന്നെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു വാക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്ക് ആദ്യം അവർക്ക് ഈ മോഷൻ പോകണമെന്ന് പറയാൻ അറിയില്ലായിരിക്കും. അപ്പോൾ അവർക്കും കൂടെ മനസ്സിലാവുന്ന, നമുക്കും കൂടെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു ചെറിയ ഒരു വാക്കുകൂടെ കുഞ്ഞിനെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അത് പറയുമ്പോഴത്തേക്ക് ടോയ്ലറ്റിൽ കൊണ്ടിരുത്തുക. അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ടോയ്ലറ്റ് ട്രെയിനിങ്ങിന് ഇന്ത്യൻ ടൈപ്പ് ഓഫ് ഒരു ടോയ്ലറ്റ്സാണ് ഏറ്റവും നല്ലത്. കുത്തിയിരുന്നിട്ട് ടോയ്ലറ്റിൽ പോകുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ പലപ്പോഴും നമ്മളൊരു യൂറോപ്യൻ ടൈപ്പ് അല്ലെങ്കിൽ യൂറോപ്യൻ ടോയ്ലറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ്റെ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് കാണാറുള്ളത്. സോ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഈ റൊട്ടീൻ്റെ കാര്യം പറഞ്ഞത് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും ബാധകമായിട്ടുള്ളതാണ്. എല്ലാ ദിവസവും രാവിലെ ഒരു കൃത്യമായിട്ടുള്ളൊരു സമയത്ത്, ഈ രാവിലെ പറയുന്നതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാര്യം കുഞ്ഞുങ്ങളിപ്പോൾ നമ്മളൊരു ചെറിയ കുട്ടിയുടെ കാര്യമാണ് പറയുന്നത്. ഇത് കഴിഞ്ഞ് കുട്ടി സ്കൂളിലൊക്കെ പോയി തുടങ്ങുമ്പോഴും രാവിലെ തന്നെ ടോയ്ലറ്റിൽ പോയി ഒരു ശീലം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ട് വരില്ല. നമ്മളല്ലാത്തൊരു സമയം ചൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ വലുതായി വന്ന് സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് രാവിലെ അവർ പലപ്പോഴും ഇത് ഹോൾഡ് ചെയ്ത് വെക്കും. ഈ മലം കൂടുതൽ സമയം വയറ്റി നിൽക്കും തോറും അത് ഹാർഡാവും. അത് കൂടുതൽ കോൺസ്റ്റിപ്പേഷനിലോട്ട് എത്തിക്കുകയുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ
അത് പോയി ശീലിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ റുട്ടീനെ ഒന്നും സ്കൂളിങ്ങിനെ ഒന്നും ഇത് എഫക്റ്റ് ചെയ്യാതിരിക്കും. പിന്നെ ഈ കോൺസ്റ്റിപ്പേഷൻ വലിയ കുട്ടികളിലൊക്കെ കാണുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോണിംഗ് ആണ്. പോസ്റ്റ്പോണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ സമയം സ്കൂളിൽ പോകാനുള്ള തിരക്കായി, പഠിക്കാനുള്ള തിരക്കായി. കുട്ടി വിചാരിക്കും ഇപ്പോൾ പോകണ്ട, നമുക്ക് സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം പോകാം. അവർക്കൊരു രാവിലെയുള്ള ഗ്യാസ്ട്രോക്കോളിക് റിഫ്ലക്സ് ഉണ്ടായാലും അവരെന്ത് ചെയ്യും, അവർ ആ സമയത്ത് പോകാതിരിക്കും. ഇപ്പം നമുക്ക് എല്ലാ ദിവസവും പോകുന്നൊരു സമയത്ത് രാവിലെ പോകാൻ സമയം കിട്ടിയില്ല, അത് കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിക്കുന്ന ഒരു ടൈമിൽ ടോയ്ലറ്റിൽ പോകാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് കാണും. അപ്പോൾ ഇതെല്ലാ ദിവസവും അങ്ങനെ ആയി വരുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് അത് കോൺസ്റ്റിപ്പേഷനായിട്ട് മാറും. നമുക്കും ഈ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ ദിവസത്തെയും ഒരു റുട്ടീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇപ്പോൾ TV കണ്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ കളികളിൽ ഇരിക്കുന്നു, അപ്പോൾ ആ സമയത്തൊക്കെ കുട്ടികളിത് പോസ്റ്റ്പോൺ ചെയ്യാൻ സാധ്യതയുണ്ട്. കഴിയുന്നതും ആ രാവിലത്തെ ടൈം തന്നെ കൃത്യമായിട്ട് പാലിച്ചു പോകാനും ശ്രദ്ധിക്കാം. ഇനിയുള്ളത് ആക്ടിവിറ്റിയാണ്. പൊതുവേ സെഡൻഡറി ആയിട്ടുള്ള ഒരുപാട് സമയം ഇരുന്ന് പഠിക്കുന്ന ഒരു സമയം, അല്ലെങ്കിൽ അധികം പുറത്തേക്കൊക്കെ ആക്ടിവിറ്റി കുറഞ്ഞ കുട്ടികൾ, ഓടാനും ചാടാനും ഒന്നും പോകാത്ത കുട്ടികൾ പൊതുവെ കോൺസ്റ്റിപ്പേഷൻ കുറച്ച് കൂടുതലായിട്ട് കാണാം. ഒരു 1 hour എക്സസൈസ്, അത് എക്സസൈസ് ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം. അതല്ലെങ്കിൽ കുട്ടികളെ കളിക്കാൻ വിടുക, ഡെയിലി രാവിലെ 1 മണിക്കൂർ പുറത്ത് കളിക്കുക, അല്ലെങ്കിൽ വൈകുന്നേരം കളിക്കാൻ വിടുക. അപ്പോൾ ബോഡിയുടെ ആക്ടിവിറ്റി കൂടുന്നതനുസരിച്ച് ബവൽ മൂവ്മെൻറ്റ്സ് കുറച്ചും കൂടെ നല്ലതായിട്ടുണ്ടാവും. കൂടുതൽ ബവൽ മൂവ്മെൻറ്റ്സ് വരുമ്പോൾ കോൺസ്റ്റിപ്പേഷൻ കുറഞ്ഞു വരും. കോൺസ്റ്റിപ്പേഷൻ സ്ഥിരമായിട്ടുള്ള കുട്ടികൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. എല്ലാ ദിവസവും ഒരു റുട്ടീൻ ഫോളോ ചെയ്യുക, ഡയറ്റ് ശ്രദ്ധിക്കുക, അവരുടെ ആക്ടിവിറ്റി നോക്കുക, പോസ്റ്റ്പോൺ ചെയ്യാൻ അവരെ സമ്മതിക്കാതിരിക്കുക, പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷവും നമ്മുടെ പ്രോബ്ലം സോൾവ് ആവുന്നില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ ആണോ എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ ഇത് ഓരോ ഏജിനനുസരിച്ച് വ്യത്യാസമായിരിക്കും. മെയിൻലി തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ, ഹൈപ്പോതൈറോയിഡിസം ഉള്ളവർക്ക് കോൺസ്റ്റിപ്പേഷൻ കാണാം. ബവലിൻ്റെ മോട്ടിലിറ്റി പ്രോബ്ലംസ്, ബവലിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രോബ്ലംസ് ഉള്ളവർക്കൊക്കെ കോൺസ്റ്റിപ്പേഷൻ കാണാം. ഇതൊക്കെ നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ടും കോൺസ്റ്റിപ്പേഷൻ മാറാൻ നിൽക്കുമ്പോൾ നോക്കുന്ന കാര്യങ്ങളാണ്. അതിന് നമുക്കൊരു ഡോക്ടറുടെ ഹെൽപ്പ് വേണം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കി കുട്ടിയുടെ ബുദ്ധിമുട്ട് മാറുന്നില്ലെങ്കിൽ നമ്മളൊരു ഡോക്ടറെ